ദൈവത്തിനു മഹത്വം, യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനവും ഇസ്രായേൽ ചരിത്രവും 237 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഹബക്കുക്ക് എന്ന പ്രവാചകൻ 35 പുസ്തകം BC 612 മുതൽ തന്റെ ശുശ്രൂഷ ആരംഭിച്ചു. ഹബക്കുക്ക് ഒരു വലിയ വിശ്വാസ വീരനായിരുന്നു, ഒരു നീതിമാനായിരുന്നു, സത്യസമ്പന്നനായ പ്രവാചകനായിരുന്നു. താനൊരു വലിയ സമ്പന്നനായിരുന്നു. ഒരുപാട് കൃഷിയിടങ്ങൾ ഉണ്ടായിരുന്നു, മൃഗസമ്പത്തുകൾ ഉണ്ടായിരുന്നു, തനിക്ക് അതിനെ സൂക്ഷിക്കാനുള്ള കൊത്തളങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പറയട്ടെ, അതിലുപരി ദർശനമുള്ളവനായിരുന്നു. ഇതൊക്കെ നമ്മളെ വിട്ടുപോകുന്നേ. നമ്മുടെ ബാങ്കിലെ ബാലൻസ്, നമ്മുടെ ഇരുനില കെട്ടിടം, നമ്മുടെ വീട്ടിലെ കാറ്, സ്വത്ത് എല്ലാം ഒരു ദിവസം നമ്മളെ വിട്ടുപോകുന്ന ദിവസമുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിന്റെ സ്വത്തിനെക്കാട്ടിലും ഇദ്ദേഹത്തിന്റെ കൃഷിയിടങ്ങളെക്കാട്ടിലും വലിയത് ദർശനം ഉള്ളവനായിരുന്നു. ഇനിയും ദൈവം ഒരു ദിവസം ഹബക്കുക്കിനോട് പറഞ്ഞു, ഹബക്കുക്കേ, ഈ ദർശനമെല്ലാം എഴുതി വെക്കാനായിട്ട്. അതിൽ കുഴപ്പമുള്ള കേസല്ല. നമുക്ക് ഇവിടെ നമ്മുടെ ബുക്കിനകത്ത് ദർശനമൊക്കെ എഴുതി വെക്കാം. അതെന്തുകൊണ്ട് എഴുതി വെക്കാം, ആരും കാണുകയല്ലോ. പക്ഷെ അടുത്ത ബുദ്ധിമുട്ട്, അത് വലിയ പലക എന്ന് പറഞ്ഞാൽ വലിയ ബോർഡിൽ എഴുതണം, വലിയ അക്ഷരത്തിൽ എഴുതണം. തന്റെ വീടിന്റെ മുമ്പിൽ തൂക്കിയിടണം. തന്റെ വീടിന്റെ മുമ്പിൽ ഒരു റോഡുണ്ട്. കാരണം അവിടെ പറയുന്ന ഓടിപ്പോകുന്നവർ വായിക്കത്തക്കവണ്ണം തെളിവായതും വലിയ അക്ഷരത്തിൽ എഴുതുക. ഉദാഹരണം പറഞ്ഞാൽ നമ്മള് വാഹനത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴേ ഒരുപാട് വലിയ വലിയ ബോർഡ് കാണാം. വാഹനം എത്ര വേഗത്തിൽ പോയെന്നാലും വായിക്കാൻ തക്കവണ്ണം വലിയ അക്ഷരത്തിലാണ് എഴുതുന്നത് എന്നതുപോലെ ഓടിപ്പോകുന്നവർ വായിക്കത്തക്കവണ്ണം വലിയ അക്ഷരത്തിൽ എഴുതുക. അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കേസ് കേട്ടാണ്. കാരണം ഈ വഴിയെ പോകുന്നവര് നമ്മുടെ ഹബക്കുക്കിന്റെ വീടിന്റെ വാതിക്കൽ ഒരു ദർശനം എഴുതി വെച്ചിട്ടുണ്ട്, ഇന്നിന്റെ കാര്യമാണ്, ഇത്ര നാൾ നടക്കുമെന്നൊക്കെ പറയുന്നു. പക്ഷെ നടന്നില്ലെങ്കിൽ നാളെ മുതൽ വഴിയെ പോകുന്നവർ ചോദിക്കും, ഹബക്കുക്കെ പ്രവാചക എവിടം വരെ എത്തി, സമയങ്ങളെല്ലാം കഴിഞ്ഞല്ലോ, അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ ഒക്കെ ചോദ്യങ്ങൾ വരാവുന്ന രീതിയാണ് ഹബക്കുക്ക് പറഞ്ഞത്. ഹബക്കുക്ക് ഒരു പ്രയാസവും എഴുതാൻ തീരുമാനിച്ചു. 1-ാമത്തെ വാക്യം, ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തു നിൽക്കുന്ന വേളയിൽ എന്ന് പറഞ്ഞാൽ തന്റെ ആടുമാടുകളെ കൃഷിയിടങ്ങളൊക്കെ ഉണ്ട്. അതിന് പ്രത്യേകമായ ഇരിപ്പിടമാണ് കൊത്തളം. താൻ അവിടെ രാത്രി കാലങ്ങളില് വന്യജീവികളോ ഒക്കെ വരുമോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിലും താൻ അവിടെയും രാത്രിയിൽ ദൈവവുമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. ആ സമയത്തും താൻ ദർശനം കാണുന്നുണ്ട്. ദർശനം അദ്ദേഹം പലകയിൽ എഴുതി വെക്കുന്നുമുണ്ട്. തന്റെ സമ്പത്തിനെക്കാട്ടിലും ഏറ്റവും വലിയത് നിത്യതയാണെന്നും സ്വർഗമാണെന്നും ദൈവമാണെന്നും തന്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയത് നമുക്കും നമ്മുടെ ജീവിതത്തിലെ പ്രയോജനമാണ്. നമ്മുടെ പെന്തക്കോസ്തിന്റെ പ്രാരംഭകാലം എന്ന് പറയുമ്പോൾ അനവധി ദൈവദാസന്മാർ ദർശനത്തോട് ഇറങ്ങിത്തിരിച്ചു. അവർ ഓരോ സ്ഥലത്ത് നിന്ന് അവർ പാദം കുത്തിയിട്ട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവിടെ ഒരു ആരാധനാലയം വേണം, ഇവിടെ കുറച്ച് ആൾക്കാർ വേണം. 100 വർഷം കൊണ്ട് കേരളത്തിന്റെ എല്ലാ ജില്ലയിലും മാത്രമല്ല, കേരളത്തിന് വടക്കേണ്ടിലേക്ക് പോകുവാനും നമ്മുടെ കേരളത്തിലെ ദർശനമുള്ള പ്രിയപ്പെട്ടവര് നാടും വീടും വിട്ടുള്ള കാരണം ദർശനമാണ്. ദർശനമില്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും. നമ്മുടെ ജീവിതത്തിലെ ദർശനമുള്ളവരായിരിക്കും. നിത്യതയെപ്പറ്റി ദർശനം ഏറ്റവും പ്രധാനമായിരിക്കും. ഹബക്കുക്കിനോട് പല കാര്യങ്ങൾ പറഞ്ഞു, ചിലർ പറയാൻ താല്പര്യപ്പെടുന്നു. ഒന്ന്, നീ ദർശനം എഴുതുക. എന്നെ കേൾക്കുന്ന ദേവദാസന്മാരെ, വിശ്വാസികളെ,
നാം ദൈവസന്നിധി മുട്ടുമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് ദർശനം നമുക്ക് ലഭിക്കും. ഹബക്കൂക്കിനെ പോലെ നമ്മുടെ വീടിന്റെ വാതിൽക്കൽ തൂക്കിയിട്ടില്ലെങ്കിൽ വേണ്ട, നമ്മുടെ പ്രാർത്ഥന ബുക്കിനകത്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഏറെ താമസിയാതെ ആ ദർശനങ്ങളൊക്കെ നടക്കും. ഒന്ന്, ദർശനം എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക വരുമാനത്തിന്റെ പദ്ധതിയാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണെങ്കിൽ പരാജയപ്പെട്ടു പോകും. സ്വത്തുണ്ടാക്കാനും സമ്പത്തുണ്ടാക്കാനും പേര് കേൾക്കാനും അല്ല ദർശനം. പിന്നെയോ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം നമ്മുടെ ദർശനം. മറന്നുപോകല്ലേ. എഴുതുക. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന, നീ പരസ്യപ്പെടുത്തണം, നാട്ടുകാരോട് മുഴുവൻ പറയണം. അതാണ് ദർശനം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ദർശനം എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന ദർശനം നാളെ നടക്കുകയില്ല. അവധിക്ക് വേണ്ടി കാത്തിരിക്കണം. അതാ വിഷയം. നാം ഒരു ദർശനം കണ്ടു, അതിന്റെ അവധിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. സമാപ്തിയുടെ ഫലം കാണണം. നാലാമത്തെ ഭാഗം, നമുക്ക് സമാപ്തിയുടെ ഫലം കാണണം. നമ്മൾ കണ്ട ദർശനം സമാപ്തിയുടെ ഫലം കാണണം. നമ്മൾ അഞ്ചാമത് ചിന്തിക്കുമ്പോഴേ 3-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം 19-ാമത്തെ വാക്യം, ദർശനത്തിലെ ഒരു പ്രാർത്ഥനാ ഗീതം എഴുതി 19 വാക്യമുള്ളതായ നമ്മളൊന്ന് വായിക്കണം. വീട്ടിയിരുന്ന് പ്രാർത്ഥനാ ഗീതം എഴുതി വായിക്കണം. ദർശനമുള്ളവന് കാഴ്ചപ്പാടുണ്ട്. നമ്മുടെ ആത്മീയത്തിന്റെ വളർച്ച എന്ന് പറയുന്ന ദർശനമാണ്. ഭൂമിയിൽ നശിച്ചു പോകുന്ന ദർശനത്തെ പറ്റിയോ ഭൂമിയിലുണ്ടാകുമ്പോൾ സമ്പത്തിനെ പറ്റിയല്ല. നമുക്കൊരു നിത്യതയുണ്ട്, ഒരു രാജ്യമുണ്ട്. അവിടെ മരണമില്ലാത്ത രാജ്യം, രോഗമില്ലാത്ത രാജ്യം, കൊലപാതകങ്ങളോ കൊള്ളിവയ്പ്പുകളോ മോഷണമോ ഇല്ലാത്ത ആ രാജ്യം, ആ രാജ്യത്തെപ്പറ്റി ദർശനമുള്ളവരാണെങ്കിൽ ഈ ലോകത്തിലെ പൗലോസിന്റെ കഷ്ടങ്ങൾ സാരമില്ലെന്നൊന്ന്. പൗലോസിന്റെ ജീവിതത്തിലെ ഒരുപാട് കഷ്ടങ്ങൾ വന്നെങ്കിലും താൻ ഒരുപാട് ദർശനമുള്ളവനായിരുന്നു. താൻ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന സ്ഥലത്ത് പോകാൻ പറയും, താനവിടെ പോയി പ്രവർത്തിക്കും. കാരണം ദർശനമുള്ളതുകൊണ്ടാണ്. നമുക്കറിയാം, ഫിലിപ്പിയ പട്ടണത്തിൽ ചെന്നു. ആ ഫിലിപ്പിയിലെ ഒരു വലിയ സഭ ഉണ്ടാകണം, ദർശനമുണ്ടായിരുന്നു. പക്ഷേ കാരാഗ്രഹത്തെ കിടക്കുമെന്നോ അടി കിട്ടുമെന്നോ ഒന്നും ആ ദർശനത്തിനകത്ത് താൻ കണ്ടില്ല. താൻ കണ്ടത് കാരാഗ്രഹ പ്രമാണിയും കുടുംബത്തെയും സ്ഥാനപ്പെടുത്തുവാനുള്ള ദർശനമാണ് കണ്ടത്. ആയതിനാൽ ഈ നാളുകളിൽ ഹബക്കൂക്കിനെ പോലെ ദർശനമുള്ളവരായി തീരുക. ദൈവം അനുവദിച്ചാൽ ഹബക്കൂക്കിന്റെ അടുത്ത ഭാഗം തുടരാൻ ആഗ്രഹിക്കുന്നു. എനിക്കെപ്പോഴും പറയാനുള്ള ഏറ്റവും പ്രധാനമായ കാര്യം, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. പ്രിയരെ, നമ്മൾ പോകുവാൻ തയ്യാറാകുക. ഭാരതത്തിൽ വലിയ ഉണർവുണ്ടാകാൻ പോകുന്നു. നിങ്ങളും അതിന്റെ അംഗമാകൂ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരു AI എന്നോട് മലയാളത്തിൽ സംസാരിക്കും. എനിക്ക് എപ്പോൾ വരും മൽപ്രിയനേ എന്നേശുനായകനേ, എപ്പോൾ വരും എൻ കണ്ണീർ തുടച്ചിടുവാൻ